കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഫോണിലേക്ക് ഒരു കോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും, നോർമലായിട്ട് ആൻഡ്രോയിഡ് ഡിവൈസിൽ കോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത് നമ്മൾ കുറെ ദിവസങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോറാകും. അപ്പോൾ ഇതൊന്ന് മാറ്റി ഇതുപോലെ കോൾ വരുന്ന സമയത്ത് ഒരു നല്ല ലുക്ക് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് ഡിഫറെന്റ് ലുക്കുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണ്. ആപ്ലിക്കേഷന്റെ പേര് HD Phone 7 iCall Screen OS 10 എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. 50,000 ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ റേറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4.5 ആണ് ഇതിന്റെ റേറ്റിംഗ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ആപ്ലിക്കേഷൻ ആണ്. 4.1 MB മാത്രമേ ഇതിന് ഫയൽ സൈസ് ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ SS എനേബിൾ ചെയ്യണം. ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ SS എനേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ടിക്ക് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ അഡ്വർടൈസ്മെന്റുകൾ വരും. ഞാൻ ഈ ആപ്ലിക്കേഷൻ കുറെ ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. അഡ്വർടൈസ്മെന്റുകൾ വരികയാണെങ്കിലും നമുക്ക് കൂടുതൽ നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിലുള്ള ചെറിയ അഡ്വർടൈസ്മെന്റുകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇൻകമിംഗ് കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ്, രണ്ട് ഓപ്ഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ഫോണിൽ കോളുകൾ വരുമ്പോഴും നിങ്ങൾ കോളുകൾ ചെയ്യുമ്പോഴും പുതിയൊരു ലുക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ചേഞ്ച് റിംഗ് ടൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറെ റിംഗ് ടൂൺസ് ഒക്കെ ലഭിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ എന്റെ ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്യുകയാണ്. നോക്കുക, ഒരു പുതിയ ലുക്കിലാണ് ഇപ്പോൾ കോൾ നമ്മുടെ ഫോണിൽ വരുന്നത്. മുമ്പുണ്ടായിരുന്ന ആ ബോറൻ ഇന്റർഫേസ് മാറി വളരെ മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കോൾ കട്ട് ചെയ്യാൻ സാധിക്കും. സൈലന്റ് ആക്കണമെങ്കിൽ സൈലന്റ് ആക്കാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഞാൻ ഇവിടെ നിന്ന് കോൾ ഡിസ്കണക്ട് ചെയ്യുകയാണ്. നോക്കുക, ഇതേപോലെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോൾ ഡിസ്കണക്ട് ആവും. ഇനി നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി ചില സെറ്റിംഗ്സുകളിലൂടെ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു നല്ല ഫീച്ചർ ലഭിക്കുന്നത് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻകമിംഗ് ഓട്ടോ കോൾ റെക്കോർഡ്, ഔട്ട് ഗോയിങ് ഓട്ടോ കോൾ റെക്കോർഡ്, ഔട്ട് ഗോയിങ്ങും ഇൻകമിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് റെക്കോർഡ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഫോണിൽ റെക്കോർഡായ ഫയലുകൾ കാണണമെന്നുണ്ടെങ്കിൽ കോൾ റെക്കോർഡിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ കോളിന്റെയും വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കൊടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ഫോട്ടോസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഗാലറി ഓപ്പൺ ആക്കി ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കോൾ ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ ചേഞ്ച് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ആനിമേഷനുകൾ കൊടുക്കാൻ സാധിക്കും. നോക്കുക, ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ ലോഗോ ഇവിടെ സെലക്ട് ചെയ്തിരുന്നു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്ലൈക്കുകളിലൂടെയും അറിയിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.